ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ തിരിഞ്ഞ് ജനം എവിടെയും പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ബന്ദിമോചനം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ റാലികൾ ശക്തമാക്കി ഇസ്രയേൽ ജനത മുന്നോട്ട് വരികയാണ്. മാസങ്ങളായി തുടരുന്ന പ്രതിഷേധത്തിന്റെ ചൊവ്വാഴ്ച രാത്രിയും ആയിരക്കണക്കിന് ആളുകൾ ഇസ്രയേലിന്റെ തെരുവുകൾ കീഴടക്കിയിരുന്നു. ശക്തമായി തന്നെയാണ് ആ ഒരു പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. ടെല്ലവീവിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഹമാസിന്റെ കീഴിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രയേൽ പൗരന്മാരുടെ ബന്ധുക്കൾ നെതന്യാഹുവിനും അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരെയും ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ആ ഒരു ചർച്ച ചെയ്യുന്നതും അത് തന്നെയാണ്. വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ബന്ദികളെ മോചിപ്പിക്കാനുള്ള സമയമാണിതെന്ന് പ്രതിഷേധക്കാർ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കാരണം കടുത്ത പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. തങ്ങളുടെ മക്കളെ ഉപേക്ഷിക്കാൻ അനുവദിക്കില്ല എന്നും അവർ ഉടനെ തിരിച്ചു കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഇനി ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതാണ്. ഇനി ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള സമയമാണ്. നെതന്യാഹു സർക്കാർ ബന്ദികളെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ രാജ്യം ഞങ്ങൾ കത്തിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കൈകൾ രക്തം പുരണ്ടതാണെന്ന ബാനറുകളുമായി നെതന്യാഹുവിന്റെ വസതിയിലേക്ക് 100-ലധികം മാർച്ചുകളാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. നോക്കൂ, ഇസ്രയേലിനെതിരെ ഇസ്രയേൽ തന്നെ തിരിയുകയാണ്. അതായത് ഈ നെതന്യാഹുവിന്റെ ഭരണത്തിനും അല്ലെങ്കിൽ നെതന്യാഹുവിനെതിരെയും ഇസ്രയേൽ ജനം ആളിക്കത്തുകയാണ്. എന്നാൽ ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ വെടിനിർത്തൽ കരാർ സാധ്യമാകില്ല എന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 4 ചുറ്റിനും നെതന്യാഹുവിന് തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. ഹമാസിന്റെ ഉന്നത അധികാരികളിൽ ഒരാളായ ഹൊസായാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതിനായി ഹമാസിന്റെ പ്രതിനിധി സംഘം ദോഹയിൽ നിന്ന് കൊറിയയിൽ നിന്ന് എത്തിയ ശേഷം ബെയ്റൂട്ടിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഹംദാൻ ഈ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നോക്കൂ, റഫേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഗസയിൽ വെടിനിർത്തൽ കരാർ ഹമാസ് ഭേദഗതികൾ നിർദ്ദേശിച്ചതായും പറയുന്നുണ്ട്. ഈ അമേരിക്കയൊക്കെയും ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നതാണ്. ഇനി നോക്കുകയാണെങ്കിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ആക്രമണവുമായി മുന്നോട്ട് പോകുന്ന ഇസ്രയേൽ നടപടിയിൽ അമേരിക്കയ്ക്ക് ഉൾപ്പെടെയുള്ള അതൃപ്തി ഉണ്ടെന്നാണ് ഈ ഒരു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ലോകരാജ്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്രയേലിനുള്ള ആയുധ വിതരണം ഉൾപ്പെടെയുള്ള US താൽക്കാലികമായി നിർത്തിവെക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ തന്നെ തുർക്കി സഹായങ്ങളെല്ലാം നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ അമേരിക്കയും വരികയാണ്. ഇനി ഈ ഒരു കാര്യം തന്നെ റഫയ്ക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ എതിർക്കുന്നു എന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ചൊവ്വാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നെതന്യാഹുവിനെ എല്ലാവരും പിന്തുണച്ചിരുന്നു. ഇപ്പോൾ എല്ലാവരും കൈയൊഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രദേശത്തെ താമസക്കാരോട് ഒഴിയാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത്, അതായത് റഫ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്ന് റഫ അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ് നിലവിൽ. ഇതോടെ ഗസയിലേക്കുള്ള സഹായങ്ങൾ എത്തിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? നോക്കിക്കേ, കണ്ണില്ലാത്ത ക്രൂരതയിലേക്ക് വീണ്ടും നെതന്യാഹു പോവുകയാണ്. ഇത് മനുഷ്യാവകാശ പ്രവർത്തകരുടെയും മാനുഷിക സഹായം നൽകുന്ന വോളണ്ടിയേഴ്സിന്റെയും പ്രധാന പ്രവേശന പോയിന്റായിട്ടാണ് റഫ ക്രോസിംഗ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് ചികിത്സയ്ക്കായി പോകാനൊരുങ്ങിയ 120 രോഗികളെ ചൊവ്വാഴ്ച ഇസ്രയേൽ തടഞ്ഞതായി ഗസയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. റഫ ക്രോസിംഗ് അടച്ചുപൂട്ടിയത് പ്രദേശത്തെ ശേഷിക്കുന്ന മെഡിക്കൽ സെന്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ മരുന്നുകളും ഇന്ധനവും എത്തുന്നതിന് തടഞ്ഞതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. നോക്കിക്കേ, എത്രത്തോളം ക്രൂരതയാണ് നെതന്യാഹു അഴിച്ചുവിടുന്നതെന്ന്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ജനം തിരിയുന്നത്. കാരണം ഇസ്രയേൽ ജനങ്ങൾ പറയുന്നത് ഫലസ്തീനൊപ്പം മാത്രമല്ല, അവരുടെ ബന്ദികളെയും തിരിച്ചയക്കണം. ഇസ്രയേൽ ഇത്രയും ക്രൂരത നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഗസ തിരിച്ചടിക്കും. ഈ റഫയിലേക്കുള്ള ആക്രമണം അഴിച്ചുവിടുന്ന സമയത്ത് തന്നെ ലോകരാജ്യങ്ങൾ, അതായത് അമേരിക്ക പോലുള്ള, ഇപ്പൊ തുർക്കി നിലവിൽ ആ ഒരു സഹായങ്ങളെല്ലാം നിർത്തി. ഇപ്പൊ അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. റഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഇസ്രയേലിന്റെ ഈ ഒരു കൊടും ക്രൂരതയിൽ. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് വലിയൊരു തിരിച്ചടി ഇവരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാം. ഈ ഒരു പ്രതീക്ഷ ഉള്ള സമയത്ത് തന്നെയാണ് നെതന്യാഹു വീണ്ടും വീണ്ടും എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്രയേൽ ജനവും ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നതും അവർ ഈ ബന്ദികളെ മോചിപ്പിക്കണം എന്നുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് ഇറങ്ങുന്നത്. ഇതിനിടയിൽ തന്നെ ഈ ജനങ്ങൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നെതന്യാഹുവിന്റെ ഭരണം മടുത്തു, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റൂ, പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തൂ എന്നൊക്കെയാണ്. കാരണം ഈ നെതന്യാഹുവിനെതിരെയും ജനങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ഫലസ്തീൻ അനുകൂലം മാത്രമല്ല, നെതന്യാഹുവിന്റെ ഭരണം മടുത്തിട്ടും അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ ഈ കണ്ണില്ലാത്ത ക്രൂരത മടുത്തിട്ട് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഇപ്പൊ ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും നെതന്യാഹുവിനെ തന്നെയാണ്. കാരണം നെതന്യാഹുവിന്റെ ഇങ്ങനത്തുള്ള പരിപാടികളാണ്. നമുക്ക് ഈ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ കണ്ടേയായിരുന്നു. ഈ അവര് ആംബുലൻസിൽ എത്തിക്കാൻ പോലും ഒന്ന് സഹായം ചോദിച്ചു ചെന്നു. അവിടെ ഈ ഇസ്രയേൽ അതിനൊരു അനുമതി നൽകി. അകത്തേക്ക് ചെന്നപ്പോൾ ആ കുഞ്ഞിനെ പോലും വെടിവെച്ച് ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നെതന്യാഹു എത്തിക്കഴിഞ്ഞു. അത്രയും പ്ലാനിങ്ങുകൾ അവർ നടത്തിയിരിക്കുകയാണ്.
അത് കണ്ണില്ലാത്ത ക്രൂരത. എങ്ങനെയെങ്കിലും ആരെ നശിപ്പിച്ചിട്ടായാലും, വലിയവരെന്നില്ല ചെറിയവരെന്നില്ല, ആരെ നശിപ്പിച്ചിട്ടായാലും ഇസ്രയേലിന് ഇത് പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ പോവുകയാണ്. ആ ഒരു പിടിച്ചെടുക്കുന്ന ഉദ്ദേശത്തോടെ പോകുമ്പോഴാണ് ഈ ഒരു പ്രക്ഷോഭങ്ങൾ നാല് ചുറ്റിനും ഇസ്രയേലിന് അല്ലെങ്കിൽ നെതന്യാഹുവിന് തിരിച്ചടിയാകുന്നത്. നെതന്യാഹുവിനാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ നെഞ്ചിരിപ്പ് കൂട്ടുന്ന കാര്യങ്ങളാണ്. സ്വന്തം രാജ്യത്ത് പോലും ജനങ്ങൾ തിരിഞ്ഞു എന്നതൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴും, ആ ഒരു പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോഴൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഫലസ്തീനെ അനുകൂലിച്ചും ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള കാര്യം ഊന്നി പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭങ്ങൾ ആളിക്കത്തുകയാണ്. നമ്മൾ കഴിഞ്ഞതാണ് കൊളംബിയയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ. ഇപ്പോഴും ആ ഒരു പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികളാവട്ടെ മറ്റുള്ളവരാകട്ടെ അതെല്ലാം ജർമ്മനും ഫ്രാൻസും ഒന്നിച്ച് ആ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ പ്രക്ഷോഭങ്ങൾ ആളിക്കത്തുകയാണ്. എല്ലാ രാജ്യങ്ങളും ഇതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഇവിടെ കാണാൻ കഴിയുന്നത് നെതന്യാഹു വീഴുന്ന ഒരു അവസ്ഥയാണ്. ഏത് നിമിഷവും നെതന്യാഹു നിലം പതിച്ച് വീഴാം. അതാണ് ഈ ഒരു ഇസ്രയേലിനകത്ത് തന്നെ ആ ഒരു പ്രക്ഷോഭം ആളിക്കത്തുമ്പോൾ വ്യക്തമാകുന്നത്.